കള്ളന്മാർ പട്ടികളുള്ള വീടുകളിൽ കയറില്ല എന്നുണ്ടോ? എന്റെ അങ്കിൾ അത് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹം റെസ്ക്യൂ ചെയ്ത ടാങ്ക് എന്ന പേരുള്ള പിറ്റ്ബുൾ ഒരു മഹാവീരൻ തന്നെയായിരുന്നു. പഴയ ജീവിതത്തിൽ നിന്നുള്ള വലിയ പാടുകൾ അവന്റെ മുഖത്തുണ്ടായിരുന്നു. അവന്റെ മുരൾച്ച മരിച്ചവരെ പോലും ഉണർത്തുന്നതായിരുന്നു. റോഡിലൂടെ പോകുമ്പോൾ ആരെങ്കിലും ഇവനെ കണ്ടാൽ അവർ സൈഡ് മാറി പോകുമായിരുന്നു. അങ്കിളിനു ടാങ്ക് ഒരു ജീവനുള്ള സുരക്ഷാ സംവിധാനമായിരുന്നു. പക്ഷേ ടാങ്ക് ആ പരിസരത്തുള്ള ഏറ്റവും കരുണയുള്ള നായയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അവൻ ഒരു ഈച്ചയെ പോലും തൊടില്ല. കൂടാതെ ഒറ്റപ്പെടൽ പേടിയുമായിരുന്നു. കഴിഞ്ഞ മാസം രാത്രി 3 മണിക്ക് അങ്കിൾ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ അവരുടെ വീട്ടിൽ കള്ളൻ കയറി. നേരത്തെ മോട്ടോർ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടതിനാൽ അങ്കിൾ വീടിനു ചുറ്റും സെക്യൂരിറ്റി ക്യാമറകളും വീഡിയോ റെക്കോർഡ് ഡോർബെല്ലുകളും സ്ഥാപിച്ചിരുന്നു. അതിനാലാണ് ഞങ്ങൾക്ക് കൃത്യമായി എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ കഴിഞ്ഞത്. ക്യാമറ ദൃശ്യത്തിൽ കള്ളൻ അടുക്കള വഴി കയറുന്നതാണ് ആദ്യം കാണുന്നത്. അതിനിടെ ടാങ്ക് മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് വീട്ടിൽ വന്നത് അങ്കിൾ ആണെന്നാണ് അവൻ കരുതിയത്. കള്ളൻ പേടിച്ചു. 80 കിലോയുള്ള മുഖത്ത് പാടുകളുള്ള പിറ്റ്ബുൾ തന്റെ മേൽ ചാടുമെന്ന് കരുതി ഭയപ്പെടുന്നു. പക്ഷേ ടാങ്ക് എന്താണ് ചെയ്യുന്നത്? അവൻ നേരെ ചെന്നു തന്റെ കളിപ്പാട്ടങ്ങൾ നിറഞ്ഞ ബാസ്ക്കറ്റിൽ നിന്ന് കുട്ടിക്കാലം മുതൽ അവന്റെ പ്രിയപ്പെട്ട സ്ക്വീക്കി ചിക്കൻ എടുത്ത് അത് കള്ളന്റെ കാലിന് മുകളിൽ വെച്ച് ഇത് നിനക്കാണ് പുതിയ കൂട്ടുകാര എന്ന ഭാവത്തിൽ ഇരിക്കുന്നു. കള്ളൻ അതിശയത്തോട് നിൽക്കുന്നു. ഒരു കൈയിൽ ലാപ്ടോപ്പ്, മറുവശത്ത് ആഭരണങ്ങൾ നിറച്ച ബാഗ്. കൂടെ ടാങ്ക് കളിക്കാനായി കാത്തിരിക്കുകയാണ്. അത് 3 മണിയാണെന്ന് മറന്ന്. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ വീണ്ടും വിശ്വസിക്കാൻ പറ്റാത്തതാകുന്നത്. ടാങ്കിന് മനസ്സിലായി ഇവന് കളിക്കാൻ താല്പര്യമില്ല. താൻ ഇനിയും ശ്രമിക്കേണ്ടതുണ്ട്. ഒന്നിനു ശേഷം മറ്റൊരു കളിപ്പാട്ടം, ചങ്ങല, ടെന്നീസ് പന്ത്, കിളി രൂപത്തിലുള്ള ഡോൾ, സ്ക്വീക്കി ഹാംബർഗ്, പ്രിയപ്പെട്ട പുതപ്പ് എല്ലാം എടുത്തുകൊണ്ടുവരുന്നു. കള്ളന്റെ കാലിന്റെ മുകളിൽ കളിപ്പാട്ടങ്ങളുടെ കാണിക്ക പോലെ പടർന്നു കിടക്കുന്നു. കള്ളൻ ചുവട് വെക്കാൻ പോലും കഴിയാതെ നിൽക്കുന്നു. സ്ക്വീക്ക് സ്ക്വീക്ക് സ്ക്വീക്ക്. വീട്ടിൽ മുഴുവൻ കോമഡി BGM പോലെ മുഴങ്ങുന്നു. ടാങ്ക് അതിൽ അതീവ സന്തോഷത്തോടെ വട്ടം കറങ്ങി നൃത്തം ചെയ്യുന്നു. അതിനിടയിൽ ടേബിൾ ലാമ്പ് ഒന്ന് തള്ളുന്നു, പിന്നെ മറ്റൊന്ന്, പിന്നെ കോഫി ടേബിളിലും ഇടിക്കുന്നു. ഒടുവിൽ പുസ്തകങ്ങൾ പറക്കുന്നു. ഫോട്ടോ ഫ്രെയിമുകൾ വീഴുന്നു. സോഫ കുഷനുകൾ പറക്കുന്നു. TV സ്റ്റാൻഡ് തകർന്നു വീഴാറാകുന്നു. പകുതി നാട്ടുകാരും ഉണർന്നു. അടുത്തുള്ള വാടകക്കാരിയായ മിസസ് ലെസ്സി പോലീസിനെ വിളിക്കുന്നു. ഒരു ഗാർഹിക പീഡനമെന്ന് കരുതി. എബ്രഹാം സർ വെളിച്ചം ഓൺ ചെയ്യുന്നു. 3 വീടി അകലെയുള്ള കോളേജ് കുട്ടികളും പുറത്തേക്ക് വരുന്നു. 20 മിനിറ്റിനകം പോലീസ് എത്തുമ്പോൾ അവർക്ക് കാണുന്നത് കള്ളൻ നിലത്ത് കാൽ മടക്കിയിരിക്കുന്നു. ടാങ്കുമായി കളിക്കുന്നു. ചുറ്റും 30ഓളം കളിപ്പാട്ടങ്ങൾ, തകർന്ന ഫർണിച്ചറുകൾ, പടർന്നു കിടക്കുന്ന പുസ്തകങ്ങൾ. അതെ, ചുഴലിക്കാറ്റ് വീശിയതുപോലെ. പോലീസിനെ കണ്ട കള്ളൻ കണ്ണു നിറച്ചു പറഞ്ഞു, ഇത് ഭീകരമായി തോന്നുന്നുണ്ടാവാം, പക്ഷെ ഇതുവരെ ഞാൻ കണ്ട ഏറ്റവും സ്നേഹമുള്ള നായയാണ് ഇവൻ. ജയിലിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു. ഇവനെ കാണാൻ പറ്റുമോ? ആ കള്ളന്റെ നായ അടുത്തിടെ ക്യാൻസർ വന്നു മരിച്ചു പോയതായിരുന്നു. ടാങ്ക് കടിച്ചു കീറുമെന്ന പ്രതീക്ഷയിലെത്തിയ കള്ളൻ അവന്റെ സ്നേഹത്തിൽ ഒടുവിൽ അലിഞ്ഞുപോയി. അവനെല്ലാം സമ്മതിച്ചു. ടാങ്ക് ഉണ്ടാക്കിവെച്ച അലങ്കോലം വൃത്തിയാക്കി കൊടുത്തു. നഷ്ടപരിഹാരവും നൽകാൻ തയ്യാറായി. അങ്കിൾ കേസിൽ വിധി പറയാനിരുന്ന ജഡ്ജിന് ഒരു മനോഹരമായ കത്തെഴുതി. ദയവായി ഇയാളെ വലിയൊരു കുറ്റവാളി അല്ലെന്ന് കാണുക. ആനിമൽ ഷെൽട്ടറിൽ സേവനം ചെയ്യാൻ അവസരം നൽകൂ എന്ന് ആവശ്യപ്പെട്ടു. അവൻ പിന്നീട് ജയിൽ കഴിഞ്ഞ് അതേ ഷെൽട്ടറിൽ വോളണ്ടിയർ ജോലി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ടാങ്ക് വീട്ടിൽ വരുന്ന എല്ലാ സന്ദർശകർക്കും തന്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ കൊണ്ടുകൊടുക്കും. പക്ഷേ ആംഗിൾ അതിനെപ്പറ്റി മുന്നറിയിപ്പ് കൊടുക്കുന്നു.